അപ്പോൾ T20 വേൾഡ് കപ്പ് ഫൈനലിൽ സഞ്ജു കളിക്കുന്നതുകൊണ്ട് തന്നെ മലയാളികളായ നമുക്ക് ഏറെ പ്രത്യേകമുള്ളൊരു ഫൈനലാണല്ലോ ഇത്. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ T20 ഫൈനലിലും സഞ്ജു ഉണ്ടായിരുന്നു, പക്ഷെ കളിക്കാൻ സാധിച്ചില്ല. അപ്പം ഇന്ന് ഒത്തിരി നാൾ കൂടി പ്ലേയിങ് 11 ഉറപ്പായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും എന്ന് കഴിഞ്ഞ 2 മത്സരങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഉറപ്പോടുകൂടി നമുക്ക് കാണാൻ പറ്റുന്നൊരു മത്സരം, അതും ഫൈനൽ ഇതുപോലൊരു വലിയ വേദിയിൽ. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ICC പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ചുരുക്കപ്പട്ടിക പുറത്തുവിട്ടത് നിങ്ങൾ അറിഞ്ഞാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇന്ത്യൻ ടീമിൽ നിന്ന് ഇടം പിടിച്ചേക്കുന്ന ആകെ സഞ്ജു മാത്രമേ ഉള്ളൂ. അപ്പം അതിന് നമുക്ക് ICCയുടെ പേജിൽ കയറി വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ജാക്സിനെ പറ്റി പറയുവാണെങ്കിൽ, വിൽ ജാക്സ് ആ ഒരു പട്ടികയിൽ ഇടം നേടിയ ഇംഗ്ലണ്ട് പ്ലെയറാണ്. അപ്പം വിൽ ജാക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി കളിച്ച എല്ലാ കളിയിലും തന്നെ മികച്ചൊരു ഓൾറൗണ്ട് പെർഫോമൻസോട് കൂടി തന്നെയാണ് കളിച്ചു വന്നത്. അതായത് ഏകദേശം ഒരു 4 പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡോട് കൂടി. അപ്പം എന്താണ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. റൺസും വിക്കറ്റും ടീമിന് ആവശ്യമുള്ള സമയത്ത് തന്നെ എടുത്ത് വിജയിപ്പിച്ച് ഏകദേശം ഇംഗ്ലണ്ടിനെ ഒരു എന്താ പറയുക മുന്നോട്ടുള്ള ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്തു വന്ന് പുള്ളിയായിരുന്നു. അപ്പം സെമിയിലായിരുന്നെങ്കിൽ നമ്മൾ കണ്ടതാണ് പുള്ളി കളിച്ച ഒരു കളി. അപ്പം സഞ്ജു ലോജിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇന്ന് ഫൈനലിൽ നല്ലൊരു ഇന്നിങ്സ് കളിക്കുകയും ഇന്ത്യ കപ്പടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അർഹതപ്പെട്ട ഒരു രീതിയിൽ തന്നെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി നമുക്ക് കാണാൻ പറ്റും. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു മോശമായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. സഞ്ജു കളിച്ചതെല്ലാം നല്ല ഇന്നിങ്സ് തന്നെയാണ്. 4 ഇന്നിങ്സ് കൊണ്ട് പുള്ളി ഏകദേശം ടോപ്പ് 10 തന്നെ, ടോപ്പ് 11 റൺ സ്കോറേഴ്സിൻ്റെ എണ്ണത്തിലെത്തി. 6ൻ്റെ എണ്ണത്തിലായാലും അങ്ങനെ തന്നെ. പക്ഷേ പുള്ളി കളിച്ച എല്ലാ ഇന്നിങ്സിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കി. വിൽ ജാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് കൂടുതൽ അവസരം കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ടീമിൽ കൂടുതൽ മത്സരങ്ങൾ ടീമിന് വേണ്ടി കളിക്കാനും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ഫൈനൽ കഴിയുമ്പോൾ. വോട്ടിങ്ങിൻ്റെ കൂടെ കമൻട്രി എക്സ്പേർട്ട് പാനലും കൂടി തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് വരുന്നത്. എന്തായാലും നമുക്ക് കളി കഴിയുമ്പോൾ നോക്കാം. താങ്ക് യു.